നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11 തമ്മിൽ നടന്ന മത്സരം ഇന്ത്യ അനായാസം വിജയിച്ച് കയറിയിരിക്കുന്നു. 50 ഓവർ പെർ സൈഡ് മത്സരമാണ് ഇന്ന് ക്യാൻബറയിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ ടോസ് ലഭിച്ച ഇന്ത്യ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11 കുറച്ച് സമയം ബാറ്റ് ചെയ്തപ്പോഴേക്കും മഴ എത്തി. അങ്ങനെ കുറേ സമയം പോയി. അതുകൊണ്ട് 46 ഓവർ പെർ സൈഡാക്കി മത്സരം പിന്നെ റീഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത പ്രൈം മിനിസ്റ്റേഴ്സ് 11 240 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ടീം ഇന്ത്യ 43 ഓവറുകളാകുമ്പോഴേക്കും മത്സരം വിജയിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് 4 വിക്കറ്റാണ് നഷ്ടമായിരുന്നത്. അങ്ങനെ 6 വിക്കറ്റിന് വിജയം സ്വന്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് ബാക്കി ഓവറുകൾ കൂടി 46 ഓവറുകൾ വരെ ടീം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കളി തീരുമ്പോൾ 257-5 എന്ന രൂപത്തിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ മത്സരത്തിൽ ഇന്ത്യയുടെ യുവതാരങ്ങൾ മിന്നി തിളങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറഞ്ഞു. ബൗളിങ്ങിൽ ഹർഷിത് റാണ പൊളിച്ചടുക്കി. അതേസമയം ബാറ്റിങ്ങിൽ യശസ്വി ജയ്സ്വാൾ, ശുഭ്മൻ ഗില്ല്, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ എല്ലാവരും നല്ല രൂപത്തിൽ പെർഫോം ചെയ്തു. നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ളത് നായകൻ രോഹിത് ശർമ്മയാണ്. അദ്ദേഹം വലിയ സ്കോറൊന്നും എടുക്കാതെ സ്ലിപ്പിലേക്ക് എഡ്ജ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് സ്കോർ കാർഡിലേക്കൊന്ന് വരികയാണെങ്കിൽ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11 ബാറ്റിങ്ങിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് അവരുടെ ഓപ്പണർ സോം കോൺസ്റ്റസ് ആണ്. അദ്ദേഹം 97 പന്തുകളിൽ 107 റൺസ് അടിച്ച് മികച്ച പ്രകടനം നടത്തുകയുണ്ടായി. പിന്നെ ജാക്ക് ലൈറ്റൻ്റെ 40 റൺസ്, ഹാനോ ജേക്കബ്സിൻ്റെ 61 റൺസ്. ഇതാണ് അവർക്ക് വേണ്ടി പ്രധാനമായിട്ട് സംഭാവനകൾ വന്നത്. 43.2 ഓവറുകളിൽ അവർ ഓൾ ഔട്ടായി. 240 റൺസാണ് അവർ അടിച്ചിരുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഹർഷിത് റാണ 6 ഓവറിൽ 44 റൺസിന് 4 വിക്കറ്റ് എടുത്തപ്പോൾ ആകാശ് ദീപ് 2 വിക്കറ്റ് എടുത്തു. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റുകൾ എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി രോഹിത് ഓപ്പൺ ചെയ്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിങ്ക് ബോൾ ടെസ്റ്റിൻ്റെ ഒരു സൂചന അവിടെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നാണ് ഓപ്പൺ ചെയ്തത്. തുടക്കത്തിൽ ജയ്സ്വാൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സ്കോട്ട് ബോളണ്ടിൻ്റെയും ജാക്ക് നിസ്ബറ്റിൻ്റെയും കിടിലൻ പന്തുകൾ, നിസ്ബറ്റിൻ്റെ എസ്പെഷ്യലി എടുത്ത് പറയണം, ബൗൺസർ പന്തുകളൊക്കെ അദ്ദേഹം നന്നായിട്ട് ബുദ്ധിമുട്ടി എഡ്ജ് ചെയ്ത് ഫോറാവുന്ന കാഴ്ച ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം കാര്യങ്ങൾ നല്ല രൂപത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. ആദ്യ വിക്കറ്റ് വീഴുമ്പോഴേക്കും ഇന്ത്യ സ്കോർ കാർഡിൽ 75 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കെ എൽ രാഹുൽ 44 പന്തുകൾ നേരിട്ട് 27 റൺസ് എടുത്ത് പിന്നീട് റിട്ടയർ ചെയ്യുകയായിരുന്നു. അതേസമയം ജയ്സ്വാളാണ് പുറത്തായത്. അദ്ദേഹം 59 പന്തുകളിൽ നിന്ന് 45 റൺസ് എടുത്ത് പുറത്തായി. ശുഭ്മൻ ഗില്ല് ക്രീസിലേക്ക് വന്നു, മനോഹരമായിട്ട് കളിച്ചു. അതേസമയം രോഹിത് ശർമ്മ ആൻഡേഴ്സിൻ്റെ പന്തിൽ ഡേവിസ് പിടിച്ച് പുറത്തായിരുന്ന സ്ലിപ്പിലേക്ക് എഡ്ജ് ചെയ്തു. അദ്ദേഹം 3 റൺസ് മാത്രമാണ് എടുത്ത്. ശുഭ്മൻ ഗില്ല് മനോഹരമായിട്ട് കളിച്ചു. ഒപ്പം നിതീഷ് കുമാർ റെഡ്ഡിയും. ഗില്ല് 62 പന്തുകളിൽ നിന്ന് 50 റൺസ് എടുത്തതിന് ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്യുകയായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിക്ക് കൂട്ടായിട്ട് വാഷിംഗ്ടൺ സുന്ദർ എത്തി. പക്ഷേ പിന്നാലെ നിതീഷ് കുമാർ റെഡ്ഡി ബൗൾഡ് ആവുകയായിരുന്നു. അദ്ദേഹം 32 പന്തുകളിൽ 42 റൺസ് എടുത്തു. പോപ്പിനെതിരെ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ ബൗൾഡ് ആകുകയായിരുന്നു. സ്പിന്നേഴ്സിന് അദ്ദേഹം ശരിക്കും കൈകാര്യം ചെയ്തെടുത്താണ് ഇന്ത്യക്ക് വിജയം എത്തിപ്പിടിക്കാൻ കഴിഞ്ഞത്. 5 ഫോറുകളും 1 സിക്സറും നിതീഷ് കുമാർ റെഡ്ഡി പറത്തുകയുണ്ടായി. വാഷിംഗ്ടൺ സുന്ദറും മനോഹരമായിട്ട് തന്നെ കളിച്ചു. ഒപ്പം രവീന്ദ്ര ജഡേജ വന്നു. ജഡേജ അങ്ങനെ നിൽക്കവേ ഒരു ആഞ്ഞടിക്കാനുള്ള ശ്രമം, കുത്തനെ ഉയർന്നു, അദ്ദേഹം ഔട്ടായി പോവുകയായിരുന്നു. 31 പന്തുകളിൽ നിന്ന് 27 റൺസാണ് ജഡേജ എടുത്തത്. വാഷിംഗ്ടൻ്റെ ഒരു ഭാഗത്ത് നിൽക്കവേ സർഫറാസ് ഖാൻ എത്തി. അങ്ങനെ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടും കളി തുടർന്നപ്പോൾ തൊട്ടു പിന്നാലെ ലെഗ് സൈഡിൽ വന്നൊരു പന്ത് എഡ്ജ് ചെയ്തിട്ട് സർഫറാസ് ഖാൻ വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് എത്തി ഔട്ടാവുകയായിരുന്നു. ഏതായാലും അത് വലിയ ഒരു നിരാശ രോഹിത് ശർമ്മക്ക് ഉണ്ടാക്കുന്നത് ഡഗ് ഔട്ടിൽ നമുക്ക് കാണാമായിരുന്നു. 1 റൺസാണ് സർഫറാസ് അപ്പോൾ എടുത്തത്. ദേവദത്ത് പടിക്കൽ പിന്നീട് ക്രീസിലെത്തി. അദ്ദേഹം 4 റൺസ് എടുത്തു. വാഷിംഗ്ടൺ സുന്ദർ 36 പന്തിൽ നിന്ന് 42 റൺസ് എടുത്ത് പുറത്താകുന്നു. അങ്ങനെ കളി കഴിയുമ്പോൾ ഇന്ത്യ വിജയിക്കാനുള്ള സ്കോറും കടന്ന് വീണ്ടും 16 റൺസ് കൂടി അടിച്ചിരുന്നു. 257 റൺസിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു 5 വിക്കറ്റ് നഷ്ടത്തിൽ. എന്തായാലും നല്ല ഒരു പ്രാക്ടീസ് ലഭിച്ചിരിക്കുന്നു പിങ്ക് ബോൾ ടെസ്റ്റിന് മുമ്പ് ഇന്ത്യൻ ടീമിന് എന്ന് പറയാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.